കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തിറപാടും ഡോരേ മി ഫ മലരിൽ മധുവൻ മൂളും പൂമയിൽ മഴമീട്ടും റിംചിം റിംചിം കാലത്തിൻ സംഗീതം സാരേഗമ. അനു, കീർത്തി, അമ്മ അച്ഛനൊപ്പം ജയിച്ചത് കണ്ടോ? പറ മോളെ, നിനക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട ചാ. ജയിച്ചവരെന്തെങ്കിലും ചോദിച്ചല്ലേ പറ്റൂ, ചോദിക്ക്. ഞാൻ ജയിച്ചതിന് കാരണം ഏട്ടനാ. ഏട്ടൻ തന്നെ പറയട്ടെ. ഒരാൾ ജയിച്ചെന്ന് കരുതി കർമ്മം തീരുന്നില്ല. ജയിച്ചവനൊരു പങ്കാളിയുമില്ലേ? അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഞാൻ പറയുന്നത്. അഭി, നീയാണിപ്പോ ചോദിക്കേണ്ടത്. നിനക്കെന്താ വേണ്ടത്? വീട്ടിലുള്ള എല്ലാവർക്കും എപ്പോഴും നീയല്ലേ എല്ലാം സാധിച്ചു കൊടുക്കാറ്. നിനക്ക് കിട്ടാറുള്ള ആ ഭാഗ്യം എന്റെ മരുമകളിപ്പോ എനിക്ക് തന്നിരിക്കുക. ചോദിക്കഭി. നമ്മുടെ ഫാമിലി എപ്പോഴും എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം അച്ഛാ. അതാണ് എൻ്റെ ആഗ്രഹം. വളരെ നല്ല ആഗ്രഹമാണ് മോനെ. എത്ര കഷ്ടതകളുണ്ടായാലും എത്ര പ്രശ്നങ്ങളുണ്ടായാലും എല്ലാവരും ഒന്നു ചേർന്ന് സന്തോഷമായിരിക്കണമെന്നുള്ള നിന്റെ ആഗ്രഹം അത് നിന്റേത് മാത്രമല്ല, ഭഗവാൻ കൃഷ്ണന്റെ തത്വം കൂടിയാണ്. കാരാഗ്രഹത്തിൽ പിറന്നു വീണു, ഗോക്കളോടൊപ്പം വളർന്നു, ഗോപികുമാരോടൊപ്പം നൃത്തം ചെയ്തു, എല്ലാ പേർക്കും രക്ഷകനായി നിന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എത്രയോ അപകടങ്ങൾ തരണം ചെയ്തവൻ.
കൗരവർക്കും പാണ്ഡവർക്കും ഇടയിൽ മധ്യസ്ഥനായി നിന്നവൻ. സഹോദരങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും പറഞ്ഞിട്ട് നടക്കാതെ കുരുക്ഷേത്ര യുദ്ധം നടത്തിയവൻ. ഏത് വിഷമഘട്ടത്തിലും പുഞ്ചിരി മുഖത്തുനിന്ന് മാഞ്ഞിട്ടില്ല. ലോക ജനതയ്ക്ക് ഭഗവത്ഗീത സമ്മാനിച്ചവൻ. നിന്റെ ഈ ആഗ്രഹവും ആ കൃഷ്ണനെ ഓർമ്മപ്പെടുത്തുന്നു അഭി. ഈ വീടിന്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് നീ പറഞ്ഞു. അത് വളരെ വലിയ കാര്യമാണ് അഭി. അഭി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ പേരും ഒന്നായി തന്നെ ഇരിക്കണം. ആരുടെയെങ്കിലും മനസ്സിൽ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നോ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യണമെന്നോ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ ഇപ്പൊ തന്നെ വലിച്ചെറിഞ്ഞേക്ക്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ചേർന്ന് നിന്നാൽ നശിച്ചു പോകുമെന്നും ഒറ്റയ്ക്ക് മാറിയാൽ നന്നാവുമെന്നും ചിലരുടെ മനസ്സിലെങ്കിലും ഒരു തോന്നലുണ്ട്. അത് വെറുതെയാ. ഒരുമിക്കുമ്പോൾ കിട്ടുന്ന കഷ്ടപ്പാടിനൊരു സുഖം, ഐകമത്യം മഹാബലം എന്ന് പറയും. കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ എന്റെ കല്യാണക്കാര്യം മാത്രം. നീ കേട്ടല്ലോ കാർത്തിക, ഇനി ഒറ്റയ്ക്കുള്ള ബിസിനസിനെ പറ്റി മിണ്ടി പോകരുത്. എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. അച്ഛൻ പറഞ്ഞത് മനസ്സിലായല്ലോ, അതുകൊണ്ടാ ഉറിയടിക്കാൻ സമ്മതിക്കാത്തെ. ആ കാര്യം എനിക്ക് നേരത്തെ അറിയാം. എടുത്തി, നിങ്ങൾക്കും നല്ലത് സംഭവിച്ചില്ല, എനിക്കും നല്ലത് സംഭവിച്ചില്ല. പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? അകത്ത് പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. വാ പോ. ആ അയ്യോ, കൺഗ്രാറ്റ്സ് വസു. അഭിനന്ദനങ്ങൾ വസു. ഏട്ടത്തി കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ് ഏട്ടത്തി. രാജകുമാരിക്ക് അഭിനന്ദനങ്ങൾ. എന്നെ അനിയത്തിന്ന് വിളിച്ചാ മതി. ഇങ്ങനെ എന്നെ വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നാ. അപ്പൊ നിനക്കും ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ടിരിക്കുന്നത് വളരെ ഇഷ്ടമല്ലേ? അങ്ങനെ ആവുന്നതിൽ തെറ്റൊന്നുള്ളതായി തോന്നുന്നില്ല. നിന്റെ ഭർത്താവാകുന്നതിന് മുമ്പേ അഭി എന്റെ സഹോദരനാ. എന്റെ സഹോദരൻ എത്ര നല്ലവനാന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. നീ ഒരുപാട് ഭാഗ്യവതിയാ വസു. അതൊക്കെ പോട്ടെ, എന്റെ സഹോദരന് എന്ത് ഗിഫ്റ്റാ കൊടുക്കാൻ പോകുന്നേ? ഉമ്മയാണോ കെട്ടിപ്പിടിക്കാൻ പോകുന്നോ? ഒന്ന് പോ ചേച്ചി. ഏയ് വസു, അദ്ദേഹം നല്ല ആളാ. കല്യാണത്തിന് മുൻപും കല്യാണത്തിന് ശേഷവും ഈ ഞാൻ അദ്ദേഹത്തെ വല്ലാതെ തെറ്റിദ്ധരിച്ചത്. എല്ലാം കൂടി ചേർത്ത് ഒരു സോറി പറയണം. അദ്ദേഹം കുളിക്കുകയാണെന്ന് തോന്നുന്നു. വസുന്ധരെ,
അവിടെ എന്ത് ചെയ്യുമായിരുന്നു? അത് ഞാൻ കുളിച്ചോണ്ടിരിക്കായിരുന്നു. പിന്നെ ഡോർ എന്താ ലോക്ക് ചെയ്യത്തെ? അല്ല, അത് പിന്നെ ഷവർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് അത് ശരിയാക്കിയിട്ട് ഡോർ ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചു. ഡോർ ലോക്ക് ചെയ്തിട്ട് ഷവർ ശരിയാക്കിയ പോരായിരുന്നോ? അത് പോട്ടെ, താൻ എന്നെ കണ്ടില്ലായിരുന്നോ? കണ്ടിരുന്നെങ്കിൽ ഞാൻ അകത്തേക്ക് വരുമായിരുന്നോ? നോക്കാതെ എന്തിനാ കയറി വന്നേ? ഞാൻ പോണു. വസുന്ധരെ, താൻ കുളിക്കാൻ വന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഇയാൾ കുളിച്ചോ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തോളാം. വേണ്ട, നിങ്ങളല്ലേ ആദ്യം വന്നത്, നിങ്ങൾ കുളിക്കുക. അത് കുഴപ്പമില്ല, താൻ തന്നെ ആദ്യം കുളിച്ചോ. ഓക്കെ? വേണ്ട, നിങ്ങൾ കുളിക്കുക. എന്താ അകത്ത് തന്നെ നിൽക്കുന്നേ? ഡോർ തുറക്കാൻ പറ്റുന്നില്ല. നല്ല ശക്തിയിൽ പിടിച്ച് വലിച്ചാ മതി. ആ, തുറക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്, ഞാൻ അതാ വരുന്നു. ആ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. അത് കുഴപ്പമില്ല, ഞാൻ തന്നെ നോക്കാം. വസുന്ധര, സൂക്ഷിച്ച്, ഷാമ്പു താഴെ വീണിട്ടുണ്ട്. സ്ലിപ്പാവും നോക്കണം കേട്ടോ.
ഹോ, ഇങ്ങനൊരു മടിച്ച് പെണ്ണ് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ? ഇവള് കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലല്ല, സ്വന്തം വീട്ടിലെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഏട്ടത്തി, എന്താ എടുത്തി? കോഫി കുടിക്കുന്നോ? എനിക്ക് വേണ്ട. പൂജാമുറിയില് മണിയടിക്കുന്ന ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അതിന് ഞാൻ പൂജാമുറിയിൽ പോയില്ലല്ലോ എടുത്തി. തുളസിത്തറയില് തിരിയൊന്നും വച്ചിട്ടില്ലല്ലോ. ആ, പൂജാമുറി പോലും പോവാത്ത ഞാൻ സാമ്പ്രാണി തിരി എങ്ങനെ കത്തിക്കാനാ? അടുക്കളയില് പാചകം ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. ആ, ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാർത്തിക എന്ത് ചെയ്തോണ്ടിരിക്കുക? ആ, എന്ത് ചെയ്യാനാ? നന്നായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുമായിരിക്കും. എന്താ ഏട്ടത്തി പറഞ്ഞേ? ഉറക്കെഴുന്നേറ്റ് യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇത്രയും നേരോ? ഞാനൊന്ന് നോക്കിട്ട് വരാം ഏട്ടത്തി. ഏട്ടത്തി എന്തിനാ പോന്നെ? ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ ഏട്ടത്തി പോകുന്നത്? ഞാൻ പോയി നോക്കിട്ട് വരാം. അഖിൽ, ആ കാർത്തിക, 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 എടി കാർത്തിക, എടി വേഗം എഴുന്നേക്ക്, എഴുന്നേക്ക്. ബേബി കോഫി. കാർത്തിക, എടി എഴുന്നേക്കാൻ. കാർത്തിക, അമ്മ വന്ന് നിൽക്ക. ഗുഡ് മോർണിംഗ് അമ്മേ. അത് പിന്നെ ഇടയിൽ കയറി സംസാരിക്കാതെ ഏട്ടത്തി. അത് പിന്നെ കാർത്തിക ചെറിയ കുട്ടിയല്ലേ എടുത്തി. അറിഞ്ഞോ അറിയാതെയോ ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ആരാണോ സംസാരിക്കേണ്ടത് അവര് സംസാരിക്കട്ടെ. സോറി അമ്മേ. ഇപ്പൊ നീയല്ല സംസാരിക്കേണ്ടത്, ഇവനാ. അല്ല, അത് പിന്നെ അമ്മ, അത് മിണ്ടിപ്പോകരുത്. കുഞ്ഞുനാളിൽ എങ്ങനെയാ നിന്നെ വളർത്തിയിരുന്നത്? നിന്റെ അച്ഛനും അഭിയും എത്ര നല്ല കാര്യങ്ങളാ നിനക്ക് പറഞ്ഞു തന്നിരുന്നത്. ആ വിശ്വാസം, സ്നേഹം, സംസ്കാരം എല്ലാം എവിടെ പോയടാ? എന്താ നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നേ? ഇവിളി ചെയ്ത കുട്ടിയനൊക്കെ ഇവനാണല്ലോ വഴക്ക് കേൾക്കുന്നത്. പാവം. തുളസി ചെടിയുടെയും കഞ്ചാവിന്റെയും വ്യത്യാസം എന്താണെന്ന് നിനക്ക് അറിയോടാ? സംസ്കാരത്തിന്റെയും വൃത്തികേടിന്റെയും ഇടയിലെ വ്യത്യാസം എന്താണെന്ന് അറിയോടാ നിനക്ക്? 4 ദിവസം കൊണ്ട് ഒരു പാവം പെണ്ണിനെ ഇങ്ങനെ മാറ്റിയല്ലോടാ. ഏട്ടത്തിയുടെ സംസാരത്തിൽ എന്തൊക്കെയോ വശപ്പശകുണ്ടല്ലോ. നോക്ക്, കുളിച്ചൊരുങ്ങി സാരിയൊക്കെ ഉടുത്ത് ഐശ്വര്യമായിട്ട് നിൽക്കേണ്ട പെൺകുട്ടി അവന്റെ സിനിമ ഭ്രാന്ത് കാരണം നൈറ്റിയൊക്കെ ഇട്ട് വൃത്തികേടായിട്ട് നിൽക്കുന്ന കണ്ടോ? ആരെപ്പറ്റിയാ ഇവര് സംസാരിക്കുന്നേ? പാവം, അവളെ കണ്ടോ? നൈറ്റിയൊക്കെ ഇട്ട് എന്റെ മുമ്പിൽ നിൽക്കാൻ പോലും അവൾക്ക് എന്തുമാത്രം നാണക്കേടാണെന്ന്. എന്താടാ, സീതാദേവിയെ ശൂർപ്പണഖയാക്കി മാറ്റാൻ നോക്കുന്നോ നീ? അവനൊന്നും ചെയ്തില്ല എടുത്തി. നിങ്ങളാ ശൂർപ്പണകയെ സീതയായിട്ട് തെറ്റിദ്ധരിച്ചത്. നോക്ക് മോളെ കാർത്തികേ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയേ. അല്ലാതെ അവൻ പറയുന്നതിനൊക്കെ സമ്മതം മൂളിക്കൊണ്ട് നിൽക്കണ്ട. അവന്റെ ഇഷ്ടത്തിനല്ല നീ നിൽക്കേണ്ടത്. അയ്യോ അമ്മേ,
ഭർത്താവ് കൺകണ്ട ദൈവ. എന്തൊക്കെ തന്നെ ആയാലും ഭർത്താവ് ഏത് തരക്കാരനാണെങ്കിലും ഭർത്താവ് ഭർത്താവ് തന്നെയല്ലേ?